ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും അതുപോലെ മാമച്ചായനും കൂടി ചേർന്ന് നമ്മുടെ ചിന്നുക്കുട്ടിയെ സമ്മാനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് നോക്കുക. അപ്പോഴേക്കും കൊച്ചിനാണെങ്കിൽ പോണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി, നമുക്ക് തിരിച്ചു പോകാം എന്നും പറഞ്ഞു. അപ്പോൾ അതിന് അവിടെ നിൽക്കാനോ അല്ലെങ്കിൽ ഒത്തിരി സമയം പുറത്തോടെ കറങ്ങുന്നൊന്നും കൊച്ചിന് ഇഷ്ടമല്ല. അപ്പോൾ അവളാണെങ്കിൽ ഒരുപാട് മാറിപ്പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരവിടെ നിന്ന് പറയുക. അപ്പോൾ അതിന് ശേഷം പിന്നെ അവർ കൊച്ചിനെയായിട്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ അവർ കൊച്ചിനെ കൊണ്ടുപോയി അവിടെ നമ്മുടെ കാരുണ്യദൈവത്തിൽ അനാഥാലയത്തിൽ കൊണ്ട് ഏൽപ്പിച്ചു. അതിന് ശേഷം പിന്നെ അവർ വീട്ടിലോട്ട് പോരുവാണ്. അപ്പോൾ അങ്ങനത്തെ അവർ ആ വീട്ടിൽ നമ്മുടെ ഷെറിൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് ഇവരിങ്ങനെ പോരും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. ബാലചന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും കാര്യങ്ങളൊന്നും അലീനെ അറിയുന്നില്ല. അലീനയാണെങ്കിൽ ബാലന് കുടിക്കാനായിട്ട് ജ്യൂസുമായിട്ട് റൂമിലേക്ക് ചെല്ലുക. അപ്പോൾ അലീന റൂമിലേക്ക് ചെന്നു. 2-3 പ്രാവശ്യം കൊട്ടിയിട്ടും വാതിൽ തുറക്കുന്നില്ല. അപ്പോൾ അലീന എന്നിട്ട് ഇങ്ങനെ സാറിത് എവിടെ പോയി എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുക. പിന്നെ വാതിൽ തുറന്നു, അകത്ത് കയറി ചെന്ന് നോക്കിയപ്പോൾ അവിടെ എങ്ങും ആരുമില്ല. അപ്പോൾ ബാലചന്ദ്രൻ സാർ എന്ന് പറഞ്ഞ് അലീനെ വിളിച്ചു കേട്ടോ. വിളിച്ചിട്ട് അലീന അതിലെല്ലാം നോക്കുക. പക്ഷെ അവിടെ ഒന്നും ബാലനെ കാണാനില്ല. ബാലൻ ഇറങ്ങിപ്പോയതും ഇതൊന്നും അലീന അറിഞ്ഞതില്ലല്ലോ. അങ്ങനത്തെ നമ്മുടെ അലീന ഇതെല്ലാം നോക്കിയിട്ടും സാറിനെ കണ്ടില്ല. സാറിനെ കാണാതെ വന്നപ്പോഴത്തേക്കും അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായി. അലീന എന്നിട്ട് ഇങ്ങനെ സാർ എന്നും പറഞ്ഞ് ഇങ്ങനെ അതെല്ലാം വിളിച്ചുകൊണ്ട് നടക്കുക. പക്ഷെ കണ്ടില്ല. പെട്ടെന്ന് അലീന എന്നിട്ട് ഇവരുടെ മുറിക്കകത്തേക്ക് കയറി ചെന്നു. അലീന പതുക്കെ മുറിക്കകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നത് അലീന കാണുന്നത്. മാത്രമല്ല അവിടുത്തെ കസേരയൊക്കെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് പോയി കിടക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ആ ഒരു ഇത്. അപ്പോഴാണ് അലീന അവിടെ നിലത്ത് കിടക്കുന്ന ഒരു ആൽബം ശ്രദ്ധിച്ചത്. അപ്പോൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട ഒരവസ്ഥയിൽ ആ ആൽബം നിലത്ത് കിടക്കുക. അപ്പോൾ അലീന പതുക്കെ ആ ആൽബം അങ്ങ് എടുത്തു. ആൽബം എടുത്തപ്പോൾ അതിലത്തെ വൈജയന്തിയുടെയും ഇവരൊക്കെ പരിചയമില്ലാത്ത ഒരാളുടെയൊക്കെ കുറേ ഫോട്ടോസ് അതിലിരിക്കുവാണ്. അപ്പോൾ ഇതെല്ലാം എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ വൈജയന്തിയുടെ പഴയ കാലത്തെ പണ്ടത്തെ ആൽബം ആട്ടോ അത്. അപ്പോൾ അതിനകത്തുള്ള ആ ഫോട്ടോയിൽ കണ്ട ആളെ കണ്ടപ്പോഴത്തേക്കും വൈജ ഞെട്ടിപ്പോയി. കാരണം അലീന ഞെട്ടിപ്പോയി. വൈജയ്ക്കും അല്ലെങ്കിൽ മക്കൾക്കും ഒപ്പം അല്ലെങ്കിൽ ആ ഒരു ഇതിലൊന്നും കാണാത്ത ഒരാളുടെ ഫോട്ടോ. ഇപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ. ഇത് കണ്ടപ്പോൾ അലീനയ്ക്ക് ഒരു ഞെട്ടല ഉണ്ടായത്. ഇത് ആരായിരിക്കുമെന്ന് അലീനയ്ക്ക് പെട്ടെന്നൊരു ഇത് ഉണ്ടായി. ഒരു പക്ഷേ വൈജയന്തിയുടെ ആൽബം ബാലൻ കണ്ടെടുത്തതാകാം, അല്ലെങ്കിൽ വൈജയന്തിക്ക് അറിയാവുന്ന അലീനയുടെ അച്ഛൻ്റെ ഫോട്ടോയാകാം, എന്തും ആകാം അതിനകത്ത്. അലീനയ്ക്ക് അത് മനസ്സിലാകുന്നില്ല. അലീന എന്നിട്ട് ഈ അപരിചിതനായ ആളുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ ഇത് ആരാന്നിങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് ഈ ഫോട്ടോ മൊത്തം, അതായത് ആൽബം മൊത്തം അലീന മറിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് അലീന അതിലെല്ലാം നോക്കി ഇങ്ങനെ നടക്കുക. പക്ഷെ കണ്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് അലീന നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അവിടെ എന്തോ നോവലോ എന്തോ വായിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. മുത്തശ്ശി ബാലചന്ദ്രൻ സാറിനെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ലല്ലോ മോളെ, ഞാൻ കണ്ടില്ല. ബാലൻ കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് വന്നിട്ട് അവനങ്ങ് പോയല്ലോ. പിന്നെ ഞാൻ കണ്ടില്ല. എന്താ നീ ചോദിച്ചേ? ബാലൻ എവിടെയെങ്കിലും ഇല്ലേ? ഇല്ല മുത്തശ്ശി, സാർ എന്നോട് സംസാരിച്ചിട്ട് റൂമിലേക്ക് പോയതാ. ഇപ്പം സാറിന് കുടിക്കാനായിട്ട് ഞാൻ ജ്യൂസുമായിട്ട് ചെന്നപ്പോൾ സാറിനെ അവിടെ കാണുന്നില്ല, ഒന്നും പറഞ്ഞതും ഇല്ല എന്ന് പറഞ്ഞു. അതിന് ശേഷം ഇതിപ്പോൾ പിന്നെ ബാലനത് എവിടെ പോയി? ഇനി അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കോള് വന്നിട്ടും എല്ലാം പോയതാണോ എന്ന് അറിയില്ല. അവൻ്റെ വണ്ടി എങ്ങാനും അവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അലീന വണ്ടി നോക്കിയപ്പോൾ വണ്ടി അവിടെ ഇല്ല എന്ന് പറഞ്ഞു. വാതിലും തുറന്നാ കിടക്കണേ എന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ ജ്വല്ലറിന്നോ വല്ല കോളും വന്നിട്ട് പോയതായിരിക്കും, അല്ലാതെ ഇപ്പോൾ ബാലൻ എവിടെ പോവാനാ? എന്നാലും സാറ് പറയാതെ പോയത്, അത് ചിലപ്പോൾ ധൃതിയിൽ ഓടിപ്പോയപ്പോൾ പറയാൻ വിട്ടുപോയതായിരിക്കും. നീ അതും വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട, നീ നിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അലീനയെ പറഞ്ഞു വിട്ടു. അങ്ങനെ അലീനയെ അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് അലീന ഇങ്ങനെ അവിടെ അടുക്കളയിൽ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രേസമ്മയും മാമച്ചായനും ഇവരെല്ലാവരും കൂടെ വീട്ടിൽ ചെന്നു. രേവതിക്കുട്ടിയും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ ഷെറിൻ്റെ കാര്യങ്ങൾ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നീ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പറയാമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ വീട്ടിൽ വന്നിട്ടെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ, അത് ഞാൻ പറയാമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ പറയാം. എന്നിട്ട് ഇവരോട് ഷെറിനെ കുറിച്ചുള്ള രേവതിക്കുട്ടിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ, അതായത് രേവതിക്കുട്ടി ആ ചെന്നതിൽ നിന്ന്, ഷെറിനെ മനസ്സിലാക്കിയതിൽ നിന്ന്, കണ്ടതിൽ നിന്നൊക്കെ സ്വയം ഗ്രഹിച്ച ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാം. അങ്ങനെ അവരോടെല്ലാം വിവരങ്ങൾ വരുന്നു പറയുന്നു. ഇതെല്ലാം കേട്ട് ഇവർ അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കും ഈ രേവതിക്കുട്ടിയുടെ ഭാവനയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ കേട്ടിട്ടെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി പറയുന്നതൊന്നും അല്ല, ഇതൊക്കെ സംഭവിച്ച രീതിയിലുള്ള ഇതിലാണ് നമ്മുടെ രേവതിക്കുട്ടി അവരുടെ മുന്നിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ അന്താളിപ്പോടു കൂടി ഇങ്ങനെ ഇരിക്കുക അവിടെ. ഷെറിൻ്റെ കാര്യത്തിൽ ഇനി ഇവരെന്ത് തീരുമാനം എടുക്കും എന്നുള്ളൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ രേവതിക്കുട്ടി കാര്യങ്ങളെല്ലാം അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന അവിടെ പിള്ളേർക്ക് ചായ കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാവരും സ്കൂളൊക്കെ വിട്ട് വന്നു. ബബിതയ്ക്കും അതുപോലെ തന്നെ കൃഷ്ണച്ചയ്ക്കും ഒക്കെ ചായയും അതുപോലെ പലഹാരങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ.
അപ്പോഴേക്കും വൈജയന്തി ചായ കുടിക്കാനായിട്ട് അവിടെ വന്നിരുന്നു. വൈജയന്തി ചായ കുടിക്കാനായിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മയോട് മക്കൾ ഓരോന്നൊക്കെ ചോദിക്കുക. അമ്മയാണെങ്കിൽ ഈ ലോകത്ത് പോലും അല്ല എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഭയങ്കര വിഷമത്തിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അലീന ചായ ആയിട്ട് ഞങ്ങൾ ചെന്നു. ചായയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ മേഡത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ എന്തിയാ അലീന എന്ന് ചോദിച്ചു. ബാലൻ സാർ എവിടെയെന്ന് ഞാനെങ്ങനെ അറിയാനാ? സാറിവിടെ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളോടൊന്നും പറയാതെ ഇവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. എങ്ങോട്ട് ഇറങ്ങിപ്പോയി? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് നിനക്കറിയാതിരിക്കുന്നത്? ബാലചന്ദ്രൻ്റെ ഇപ്പോഴത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് നിനക്കല്ലേ എന്ന് അലീനയോട് ഈ വൈജയന്തി ചോദിക്കുക. മേഡം എന്താ ഉദ്ദേശിക്കുന്നത് അന്നേരം അലീന ചോദിച്ചു കേട്ടോ. അപ്പോൾ അലീന അത് ചോദിക്കുന്നത് കേട്ടപ്പോഴത്തേക്കും ഞാൻ തന്നെ ഇനി എല്ലാം നിന്നോട് വിശദീകരിച്ച് പറയണമെന്ന് ചോദിക്കുക. അപ്പോൾ ഭവിതയും കൃഷ്ണജി അവിടെ ഇരിക്കുമ്പോൾ കൃഷ്ണ ചോദിച്ചു, അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ? അമ്മ എപ്പോഴും എന്തിനാ ഈ ചേച്ചിയോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. ഏത് നേരം നോക്കിയാലും അലീന ചേച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. നിനക്കൊക്കെ എന്തറിയാം നിൻ്റെ അലീന ചേച്ചിയെക്കുറിച്ച് എന്ന് ചോദിക്കുമ്പോൾ ഏതായാലും അമ്മയ്ക്ക് അറിയാവുന്നതിനേക്കാളും കൂടുതൽ എനിക്കറിയാമെന്ന് കൃഷ്ണജ പറയാം. അപ്പോൾ വൈജ എല്ലാം പുച്ഛഭാവത്തോടു കൂടി ഇരിക്കുക കേട്ടോ. അപ്പോൾ മേഡം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനായിട്ട് ഇനി ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കാനുമില്ല. ഞാനിവിടുന്ന് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലോ അല്ലേ, ഇനി നിനക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ എന്നും ഈ വൈജ ചോദിക്കാം. മേഡം ഇപ്പോൾ പറഞ്ഞത് ബാലചന്ദ്രൻ സാറ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്ന 1,00,000 സംതിങ് രൂപയുടെ കാര്യമല്ലേ എന്ന് ചോദിച്ചു. അത് മേഡത്തിൻ്റെ മകൻ എന്നോട് ചെയ്ത തെണ്ടിത്തരത്തിന് മേഡത്തിൻ്റെ ഭർത്താവ് എനിക്ക് തന്ന കോമ്പൻസേഷനാണ് അതെന്ന കാര്യം പറയുകയാണ്. ബാലചന്ദ്രൻ സാർ എനിക്ക് തന്ന കോമ്പൻസേഷനാണെന്ന് പറയുമ്പോഴേക്കും പിള്ളേർ രണ്ടുപേരും കൂടെ ചാടി അങ്ങ് എഴുന്നേറ്റു. എന്താ അമ്മേ, രോഹിയുടെ കാര്യമാണ് ഈ പറയുന്നത്? രോഹി എന്താ ചെയ്തേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭവിത ചോദിക്കുക. എന്താ അമ്മേ, എന്താ അലീന ചേച്ചി, രോഹിയേട്ടൻ എന്താ അലീന ചേച്ചിയോട് പറഞ്ഞേ, എന്താ ചെയ്തേന്ന് ചോദിച്ചു. അന്നേരം ഇരിക്കടി എവിടെയെന്നും പറഞ്ഞുകൊണ്ട് ഈ പിള്ളേർ രണ്ടുപേരെയും വഴക്ക് പറയുകയാണ് ഈ പുള്ളിക്കാരി ഈ വൈജ. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് മേഡത്തിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ആ ക്യാഷ് ഞാൻ ഇട്ട് തന്നിട്ടേ പോവുള്ളൂ. എനിക്കതിൽ നിന്ന് ഒരു നയാ പൈസ പോലും വേണ്ട. ഇനി നാളെ ഇന്ന് ഞാൻ ആ പൈസയായിട്ട് ഇവിടുന്ന് പോയാൽ നാളെ മേഡം തന്നെ പറയും ഞാനും ബാലചന്ദ്രൻ സാറും തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണിതെന്ന്. അങ്ങനെ എന്തും വിളിച്ചു പറയാൻ യാതൊരു മടിയും ഇല്ലാത്ത ഒരാളാണ് മേഡമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ അലീന ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അലീനയോട് വളരെ വൾഗറായിട്ടുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ സാർ എനിക്ക് തന്ന കോമ്പൻസേഷൻ ആണ് ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് കോമ്പൻസേഷൻ അല്ല എന്നാണ് വൈജയന്തി പറഞ്ഞത്. അപ്പോഴാണ് അലീന ഞാൻ എന്ത് പേരിട്ടാണ് അതിനെ വിളിക്കേണ്ടത് മേഡം തന്നെ പറഞ്ഞോളാൻ പറഞ്ഞത്. അങ്ങനെ അലീന ഓരോ കുത്തും കോളും വെച്ചിങ്ങനെ പറയുന്നത് കേട്ടപ്പോഴേക്കും വൈജയുടെ ആ ഒരു വല്ലായ്മയൊക്കെ പുറത്തേക്ക് വന്നു. കാരണം അലീന ഒരു വാക്കിന് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല കേട്ടോ. മേഡത്തിന് അങ്ങനെ പലരിൽ നിന്നും പൈസ മേടിച്ചുള്ള പരിചയമുണ്ടോ എന്ന് നമ്മുടെ അലീന ചോദിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ മേഡം ഇക്കാര്യങ്ങൾക്കൊക്കെ ഇത്ര കൃത്യമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതും ഒരു ചിത്രം ഉണ്ടാക്കുന്നതുമെന്നും അലീന പറയുമ്പോൾ തള്ളയുടെ ഗ്യാസ് പോയി. തള്ള ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുവാണ്. അലീന ഒരിക്കലും അങ്ങനെ സംസാരിക്കുമെന്ന് പുള്ളിക്കാരി വിചാരിച്ചില്ല. ഇതൊക്കെ കേട്ട് പിള്ളേരും അന്തം വിട്ടങ്ങനെ നിൽക്കുക കേട്ടോ. ഒന്നാമത് ആ ഫോട്ടോ കണ്ടതിൻ്റെ ഇതിൽ നിൽക്കുക നമ്മുടെ അലീന. അങ്ങനെ വൈജയന്തി ശരിക്കും അവിടെ ഇട്ട് കൂട്ടിപ്പിച്ചു, വെള്ളമല്ല വിഷം കുടിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ അലീന സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ അലീന ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വൈജയന്തിക്ക് മിണ്ടാട്ടമില്ല. 1,00,000 രൂപയും വേണ്ട, അതിൻ്റെ കാരണവും കണ്ടെത്തണ്ട, അതിൻ്റെ ഒരു സംഭവങ്ങളും അറിയണ്ട. അപ്പോൾ അലീന പറഞ്ഞു മേഡത്തിൻ്റെ അക്കൗണ്ടിൽ ആ പൈസ ഇട്ട് തന്നിട്ടേ അലീന ഇവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ എന്ന്. അതോർത്ത് മേഡം പേടിക്കണ്ടെന്നും പറഞ്ഞ് ഞാൻ അന്തസ്സുള്ള ആളാണെന്നൊക്കെ അലീന ഇങ്ങനെ പറഞ്ഞു. അനാഥയായി പോയി എന്നൊരൊറ്റ ഇതേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. ഒരു അനാഥത്വം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഞാൻ വളർന്നതെന്നും എനിക്ക് ജന്മം തന്നവർ പോലും എന്നെ ഇങ്ങനെ സ്നേഹിച്ച് എൻ്റെ ബ്രിജിറ്റാമ്മ വളർത്തിയതുപോലെ വളർത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന കുറേ അവർക്കിട്ട് ഇങ്ങനെ കുത്തി അവരുടെ മർമ്മത്ത് തന്നെ കുത്തിയേച്ച് അങ്ങ് പോവുക. അങ്ങനെ അലീന അതെല്ലാം പറഞ്ഞിട്ട് പോയി കഴിയുമ്പം അമ്മ ഇത് എന്നതാ അമ്മ ഈ കാണിക്കുന്നത്, അമ്മ എന്നതാ അമ്മ ഈ പറയുന്നതെന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക ഈ കൃഷ്ണ. അമ്മയ്ക്ക് എങ്ങനെയാ അമ്മ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ബബിത പിന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ബബിതയാണെങ്കിൽ ഈ രോഹിത്തിൻ്റെ കാര്യം കേട്ട് അന്താളിപ്പോട് കൂടി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് നീ കയറി പോടി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക കൃഷ്ണയോട്. നീ എന്തിനാ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പിന്നെ അമ്മ പറയുന്നതൊന്നും ചേച്ചി കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ചേച്ചി ഒരു പെൺകുട്ടിയല്ലേ, ആ അലീന ചേച്ചിയോട് എന്തൊക്കെ തോന്നിവാസങ്ങൾ അമ്മ ഈ പറയുന്നത്, അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുള്ളതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് നേരെ നമ്മുടെ കൃഷ്ണ അടുക്കളയിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അലീന അവിടെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചെന്നിട്ട്
അലീന ചേച്ചി എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അലീനയുടെ കണ്ണൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഈ കൃഷ്ണ ചെന്നിട്ട് ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞേ, രോഹിത്തേട്ടൻ എന്താ ചേച്ചിയോട് ചെയ്തതെന്നൊക്കെ കൊച്ചു ചോദിക്കുക. അപ്പോൾ അതൊന്നുമില്ല മോളെ എന്ന് പറഞ്ഞു. ഒന്നും ഇല്ലാതെയൊന്നുമല്ല, ഇവിടെ എല്ലാവർക്കും എല്ലാം അറിയാം, ഞങ്ങൾക്ക് ഒന്നും അറിയില്ലാത്ത അല്ലേന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെയൊന്നും ഇവിടെ നിന്ന് വന്നിട്ട് പോകണമെന്ന് കരുതിയ ഒരാളല്ല. ഇത്രയും കാട്ടും തുപ്പും ഒക്കെ സഹിച്ച് ഞാനിവിടെ നിന്നതിൻ്റെ പിറകിൽ പറയാൻ പറ്റാത്ത പല കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നും അലീന ഇങ്ങനെ കൃഷ്ണയോട് പറയാം. അതുകൊണ്ട് മാത്രമാണ് മേഡത്തിൻ്റെ ആട്ടും തുപ്പും സഹിച്ച് ഇത്രയും നാളിവിടെ ഞാൻ നിന്നത്. ഇനി എനിക്ക് സാധിക്കില്ല മോളെ. കാരണം സഹിക്കാവുന്നതിൻ്റെ മാക്സിമം ആയെന്നും അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം ആയെന്നും അലീന കൊച്ചിനോട് കാര്യങ്ങളൊക്കെ പറയുക. ഇതിൽ കൂടുതലൊന്നും ഈ ചേച്ചിക്ക് പറ്റില്ല എന്ന്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവർ സംസാരിക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇവർ സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര വിഷമത്തോടുകൂടി കൃഷ്ണ പറയുവാണ്, ചേച്ചി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ചേച്ചിയെ നഷ്ടപ്പെടും, എനിക്ക് നല്ലൊരു ചേച്ചിയെ നഷ്ടപ്പെടും, ഞാൻ പിന്നെ ഇവിടെ ഒറ്റപ്പെട്ടു പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. അലീന പറഞ്ഞു, എൻ്റെ മോൾ ഒരിക്കലും വിഷമിക്കരുത്, ഞാൻ പോയാലും മോൾക്കിടയ്ക്കൊക്കെ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ഇനി ചേച്ചിക്ക് ഫോണൊന്നും ഇല്ലല്ലോ എന്നൊക്കെ കൊച്ചിങ്ങനെ പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. എന്തായാലും അലീനയെ ഒരുപാട് ഇഷ്ടമാണെന്നും അലീന പോയി കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു വിഷമവും കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ കൊച്ച് ഇങ്ങനെ പറയും. അപ്പോൾ ഇതൊക്കെ കേട്ട് അലീന ചങ്ക് പൊട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബാലൻ തകർന്ന് തരിപ്പണമായിട്ട് ആ മനുഷ്യൻ എങ്ങോട്ട് പോകണമെന്നറിയാതെ പെരുവഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ബാലൻ ഇനി തിരിച്ചു വരുന്നത് ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ കൊണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഒരുപക്ഷെ വൈജയന്തിയുടെ ജീവൻ എടുത്തുകൊണ്ടുള്ള തീരുമാനങ്ങളും ഒക്കെ ആയിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് സൂപ്പർ ഹിറ്റ് കഥയുമായിട്ട് നമ്മുടെ എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.